ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ് റവലഡു. ഇത് പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ നെയ്യ് ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ കിസ്മിസും ആൽമണ്ടോട് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആൽമണ്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടാട്ടോ എടുത്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്നട്ട് കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഞാനിവിടെ കാഷ്നട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മുന്തിരിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതാ നമ്മുടെ കിസ്മിസും ആൽമണ്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ 1 സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഞാൻ. ഇനി നിങ്ങൾക്ക് തേങ്ങ ഇടുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. പക്ഷെ ഞാനിവിടെ 1 സ്പൂൺ തേങ്ങ ഇടുന്നുണ്ട്. അപ്പോൾ അതും ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുക്കുന്നത് 1/2 കപ്പ് റവയാണ്. ഈ റവ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടണം. അപ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാനൊന്ന് വറുത്തെടുക്കുവാണേ. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് മൂട്ടി പിടിക്കുകയോ കരിയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതൊന്ന് വറക്കുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതാ നമ്മുടെ റവ നന്നായിട്ടായിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പാല് വേണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് റവയിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന 1 ഗ്ലാസ് പാലാണ്. അത് ഈ പാനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇളക്കി വേണം ഇതൊന്ന് ബോയിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പാലിവിടെ നന്നായിട്ട് ബോയിലായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് മൂട്ടിലൊക്കെ പിടിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഓഫാക്കി വെക്കാം. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്കൊരു 1/4 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലഡുവിന് നല്ല ഗീൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, പാലിൻ്റെയും ഗീയുടെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഉപയോഗിച്ച് കൊടുക്കുക. ഞാനിവിടെ പഞ്ചസാരയും ഏലക്കയും ജീരകവും കൂടെ ഒന്നിച്ച് പൗഡർ പോലെ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാട്ടോ ഞാൻ ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നത്. അത് ഈ പാലിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഇത്ര ഇടാവുള്ളൂ എന്നൊന്നുമില്ല, കാരണം നിങ്ങൾക്ക് എങ്ങനെ വേണോ, മധുരം എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാലിവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ റവയിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി ആൽമണ്ട് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, കാരണം ആ പഞ്ചസാരയും നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആകണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തിളപ്പിച്ചേക്കുന്ന ആ പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. പാൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ 1 കപ്പ് മുഴുവനായിട്ട് ഒറ്റയടിക്ക് ഒഴിക്കരുത്. കുറേച്ച് ഒഴിച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിന് മാത്രം പാൽ ഇതിനകത്തേക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, നമുക്ക് ഉരുള പിടിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കുക. അപ്പോൾ അതാ എനിക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് ഉരുളയൊക്കെ പിടിക്കാൻ നന്നായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല കട്ടിയിൽ ഇത് ഉരുള പിടിച്ച് വെക്കുക. ചൂടൊന്നും കാണത്തില്ല. ഇതുപോലെ ഓരോ ഉരുളയായിട്ട് നമുക്ക് പിടിച്ചൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.